Isu, good morning. Good morning. Hello friends, good morning. Hi. Ingane hi parayunnu Isu. Hi. Ba, namukku thaai po. Ba, come on. Isu, come. Yes, come on. We are going down. Come on. Ba, thaai po. ഇന്ന് ഹലോ ഗുഡ് മോർണിംഗ്, വീണ്ടും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ വർക്ക് ഫ്രം ഹോം ഡേ ആണ്. സാധാരണ ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേന് ഒരു ഡേ ആരെങ്കിലും ലൈക്ക് ഫ്രണ്ട്സിനെ ആരെങ്കിലും ഒക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ആരുമില്ല. ലൈക്ക് ആച്ചുവിന് ഡ്യൂട്ടി ഉണ്ട്, ഷാനു ഓഫീസിൽ പോയി. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ വർക്കും ഈ 2 മക്കളും. സോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പറ്റുമെന്നറിയില്ല. വീഡിയോ ഞാനിപ്പോൾ എന്തായാലും എടുത്തു തുടങ്ങുക, എവിടം വരെ എടുക്കാൻ പറ്റുമെന്നൊന്നും ഒരു പിടിയൊന്നുമില്ല. ഐസു നല്ല ഗുഡ് ഗേൾ ആയിട്ട് നിൽക്കുമോ? ഇന്ന് ഗുഡ് ഗേൾസ് ആയിട്ട് നിൽക്കുമോ രണ്ടുപേരും? യെസ്. അപ്പോൾ ഞങ്ങള് എണീറ്റ് ഇവരുടെ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി, ഞാനും ഒന്ന് ഫ്രഷായി. അപ്പോൾ എനിക്കിപ്പോൾ ലോഗിൻ ചെയ്യാൻ ടൈമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് സഡൻ വന്ന പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണും ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ അതെല്ലാം വീഡിയോയിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ജസ്റ്റ് ചെറിയ പറ്റുന്ന കുറച്ച് ഷോർട്സ് ഒക്കെ. കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, മക്കളും ഡ്യൂട്ടിയും എല്ലാം കൂടെ. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇസു സ്വാഗതം പറ. ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇറങ്ങി വാ. മമ്മ ഗോയിങ്, ഇസു ഉമ്മി ഗോയിങ്. ഓക്കെ, വരുന്നോ? പോയിട്ട് വാ. വാ അത് തന്നെ. ഇസു യു ഓൾസോ കം. യെസ്. Come, Isu, you also come. Bye, Isu. Isu വന്നോളും വാ. യൂഷ്വലി ഞാൻ മേളിലെ ഡെസ്കിൽ ഇരുന്നാണ് വർക്ക് ചെയ്യാറ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഡ്രോയിങ് റൂമിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാം. കാരണം എല്ലാം മാനേജ് ചെയ്യണം. അവിടെ ആണെങ്കിൽ മക്കള് കുറച്ച് അപ്പോൾ ഇവിടെ കളിക്കുകയും ചെയ്യും. എനിക്ക് അവിടെ എന്തോ സംഭവിച്ചു പോയി. നോക്കട്ടെ, വേറെ ഒന്നുമല്ല, ചെറുതായിട്ടൊന്നും മുടി പിടിച്ച് അടി ഓടിയതാ. ബായ്സു വാ. ഒരു 2 പേരും ഭയങ്കര സ്നേഹം ഒന്നിനൊന്ന്. അതുപോലെ ഇടയ്ക്ക് ചില സമയത്ത് നമ്മളൊന്ന് മുടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും. ഐസു കമോൺ. ഐസു ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു കുറച്ച് മുന്നേ. എന്നിട്ട് ഐസുവിനെ വിളിക്കാൻ വീണ്ടും പോയി. പിന്നെ 2 പേര് സ്റ്റെപ്പിൽ നിന്ന് കളിച്ചു അല്ലേ? Okay, come on, good girls. Okay, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യെസ്, ഞാൻ മുകളിലിരുന്നായിരുന്നു യൂഷ്വലി വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഹാളിൽ ഡ്രോയിങ് റൂമിലിരുന്ന് വർക്ക് ചെയ്യാം. കാരണം അപ്പോൾ എൻ്റെ വർക്കും നടക്കും, മക്കളെ കളിക്കുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ മോർണിംഗിൻ്റെ അവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, പ്ലേയിങ് ടൈം. മിൽക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി ലേറ്റ് നൈറ്റിലാണ് ഞങ്ങൾ നോട്ടീസ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ സെയിൻസ്ബറിയിൽ നിന്ന് മിൽക്ക് ഓർഡർ ചെയ്തത് വന്നിട്ട്, യെസ്, മിൽക്ക് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ സെയിൻസ്ബറിയിൽ നിന്ന് ചെറിയ മിൽക്കാണ്. സെയിം മിൽക്ക് തന്നെ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഡേ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യാറ് ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ കുടിച്ചിട്ടാണ്. ഇറ്റ്സ് എ ഹാബിറ്റ് ഫോർ മീ ആൻഡ് ഐ എം ജസ്റ്റ് ഫോളോയിങ് ദിസ് ഫ്രം വെരി ലോങ് ടൈം. എത്ര ടോയ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ കിച്ചൻ്റെ എക്യുപ്മെൻറ്റ്സ് തന്നെ വേണം. ഇത് എഗ് ബോയിലറിനകത്ത് കാറിൻ്റെ റിമോട്ട്. വെൽ ഡൺ മൈ ഗേൾസ്. അവരുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്നിനി എഗ് ബോയിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് വാങ്ങിയാൽ ഇച്ചിരി നേരത്തേക്ക് പിന്നെ സീനായിരിക്കും. അപ്പം ബെസ്റ്റ് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ സമ്മതിക്കുക.
വലിയ പ്രശ്നമില്ലാത്ത സാധനമാണ്. ഒരാളത് അവിടെ താഴെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് അവക്കാഡോ ജസ്റ്റ് ക്യുക്കായിട്ട്, ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് അവക്കാഡോ. സോ ജസ്റ്റ് ഒരു ഹാഫ് അവക്കാഡോ ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്യാം. സ്കൂപ്പ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ, ഇതൊക്കെ ഭയങ്കര ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് കേട്ടോ. ഓക്കെ, ബ്രെഡിലേക്ക് ഞാൻ ഇട്ടു. ഇതിൽ തന്നെ ഞാനങ്ങ് മാഷ് ചെയ്യും, കാരണം ടൈമില്ല. നമ്മൾ എങ്ങനെ ടൈം കൺസ്യൂം ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടത്തി പോവാം. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. ഞാൻ കുറച്ച് കാർബ്സ് ഇപ്പോൾ കട്ട് ചെയ്തേക്കുക കേട്ടോ. മീൻസ് കുറച്ചേക്കുവാണ്, കട്ട് ചെയ്ത് വയ്ക്കുകയല്ല, കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്തേക്കുകയാണ്. സോ ഓക്കെ, ഇങ്ങനെ നന്നായിട്ട് മാഷ് ചെയ്യുക. ജസ്റ്റ് ഒരു സ്പ്രെഡ് പോലെ നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ, ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്ത് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് സോൾട്ട്, ഞാൻ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. വേണമെങ്കിൽ കുറച്ച് ലെമണും കൂടെ സ്ക്യൂസ് ചെയ്ത് എടുക്കാം. എന്തൊരു ബിടേ? No, bread is not your breakfast. I'll give you. ഒരു ഡേയിലെ 90% ഓഫ് ദ ടൈം ഇവർ തമ്മിൽ ഭയങ്കര കളിയും ലവും ഒക്കെ ആയിരിക്കും. ബട്ട് ഒരു 1% ഇവർ അടി ഉണ്ടാവാറുണ്ട്. അതിലിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയിൽ പിടിക്കലാണ് അവരുടെ മെയിൻ ഹോബി. അടി ഉണ്ടാകുമ്പോൾ whenever they fight, I just remind them you are the good girls, you are the good sisters. ഇത് റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇത് വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്കറിയാം. anyway I'm just trying. Sisters are loving, loving. Sisters are caring, caring. Sisters are hug, hug, hug. Sisters hug, hug, hug. Hey, that's my girls. That's my girls. അടികൂടല്ലേ കേട്ടോ, ഗുഡ് ഗേൾസ് അടികൂടും. ഓക്കെ, ലവ് ആണ്. സിസ്റ്റേഴ്സ് ആർ എന്താണ്? Sisters are loving, loving. Sisters are caring, caring. Sisters are happy, happy. Okay? No more fighting. Only love. എത്ര ടോയ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ഇത് അച്ചപ്പം ഉണ്ടാക്കുന്ന സാധനം. ഇത് 2 പേർക്കും ഡോൾ ഹൗസ് ഇവിടെ ഉണ്ട്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് ഇതുപോലെയുള്ള അച്ചപ്പത്തിൻ്റെ പ്രസ്, പിന്നെന്താണ് ഇസ് വേണ്ടത്, അരിപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊന്നും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം ഇതുപോലെ എടുത്തുകൊണ്ടേയിരിക്കും. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കളിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതുപോലെ കിച്ചണിൽ നിന്ന് എടുക്കുന്ന എക്യുപ്മെൻസും സെയിം സാധനമാണ് ഇഷ്ടം. ഇപ്പം ഫോർ എക്സാമ്പിൾ ആച്ചപ്പ പ്രസ് തന്നെ 2 പേർക്കും ഇഷ്ടം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇപ്പം അതിനായിരിക്കും അടികൂടൽ തുടങ്ങുന്നത്. ഇപ്പം നല്ല സ്വരൂപ്പിലാണ്. എന്തിനല്ലേ ഇന്ന് ഒരാൾ ബാരിസ്റ്റയാണ്. ഓക്കെ, 2 പേരും കോഫി ഉണ്ടാക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഒരാൾ പാല് ബീറ്റ് ചെയ്യുന്നു, ഒരാൾ കോഫി അടിക്കുന്നു. ഓക്കെ, അരിപ്പും എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് തന്നെ സംഭവം. ചായയാണ് കേട്ടോ, സോറി, ബാരിസ്റ്റ അല്ല, ഇന്ന് ചായയാണ്. ഓക്കെ, എന്തായാലും ഈ നല്ല മൂഡിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് പണിയെടുക്കട്ടെ. മൂഡ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവരുടെ കൂടെ പിന്നെ നിൽക്കേണ്ടി വരും. അപ്പോഴത്തേന് ഇങ്ങനെ നിൽക്കുന്ന നല്ല മൂഡിൽ ഞാൻ കുറച്ച് പണിയെടുക്കട്ടെ.
എന്ത് പറ്റി, തല മുട്ടിയോ ഇഷു? എന്ത് പറ്റി ഇഷു? ഇസുവിന്റെ തല മുട്ടിയോ അവിടെ? രാവിലെ ഇവർ മിൽക്ക് കുടിച്ചായിരുന്നു, മിൽക്ക് കൊടുത്തു 2 പേർക്കും. അപ്പോൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 10:15 ഒക്കെ ആകുമ്പോഴത്തേന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മക്കൾക്ക് യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് പ്യൂരി, നമ്മുടെ ഫ്രൂട്ട്സില്ലേ, ഫ്രൂട്ട്സും കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ളതെല്ലാം കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കുറച്ച് ഡേറ്റ്സും പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് 2 സ്പൂൺ യോഗേർട്ടും കൂടെ ഇടും. അതാണ് അവർക്ക് കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. കുറച്ചൊരു ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് ഞാൻ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്. എന്ത് പഠിച്ച Are you hungry? No more hungry, right? Tummy full. Oh. ഇവിടെ ചെന്ന് കളിയടേ, ഒരു ഉമ്മ തരം അവിടെ അവര് കുക്ക് ചെയ്ത് ഐസു യമ്മി. ഇസു കഴിക്കൊന്നും കൂടെ, ഇസുവിന് കൊടുക്കുക. ദാ ഐസു കുക്ക് ചെയ്തിട്ട് ഇസുവിന് കൊടുക്കുവാ. എന്നിട്ട് ഐസു എന്നെ പറയുവാ ഇറ്റ്സ് യമ്മീന്ന്. അല്ലേ ഐസു? യമ്മിയാ? ഇസു കഴിക്കിസു. ഓ, കഞ്ഞിയായിരുന്നോ മക്കൾ ഉണ്ടാക്കിയത്? ഇസു ദോ കഴിക്കിസു. ഐസു തരുന്നു ഇസു. ഓ, ഐസുവിന് ഇസു എടുക്കുന്നു തരാൻ. ഓ ഇസു ഓക്കെ, ഇസു തനിയെ പോയി കുടിക്കുന്നു കണ്ടോ. ഇസു യമ്മീന്ന് പറ, ഐസുവിനടുത്ത് പറ യമ്മീന്ന് പറ. ഐസു യം, സൂപ്പർ. സോ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഇസുവിനും ഐസുവിനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതാണ് കേട്ടോ ഐറ്റംസ്. ഒരു പ്ലാന്റൈൻ, അതായത് നമ്മുടെ ഏത്തപ്പഴം, അതിൻ്റെ പകുതി എടുക്കുള്ളൂ. പിന്നെ ഒരു പിയർ, ഹാഫ് അവക്കാഡോ, ഹാഫ് ആപ്പിള്, 2 ഈത്തപ്പഴവും പിന്നെ നമ്മുടെ കാഷ്യൂസ്. ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യും മിക്സറിൽ. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേന് 2 സ്പൂൺ യോഗേർട്ടും കൂടെ ആഡ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. നല്ല പ്രോട്ടീനാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അതായത് പ്യൂരി എന്തെങ്കിലും, അവർക്ക് യൂഷ്വലി ദോശ ഇപ്പം ഞാൻ കൊടുക്കുവാണെങ്കിൽ അതേ കഴിക്കുള്ളൂ, ഇത് കഴിക്കില്ല. സോ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇത് കൊടുക്കും. എന്നിട്ട് പിന്നെ ദോശയൊക്കെ അവർക്ക് കഴിക്കാമല്ലോ, ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധാരണ ഉണ്ടാക്കുവാണെങ്കിൽ അത് കൊടുക്കും. ഇപ്പോൾ ഇതാ 2 പേർക്കും ഈത്തപ്പഴവും കാഷ്യൂസും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് 2 ആളും. അവരത് കഴിച്ച് തീരുന്നതിന് മുന്നേ ഞാനിത് മിക്സ് ചെയ്യട്ടെ. മിക്സറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് കൊടുക്കണം. ലൈക്ക് പ്യൂരി ഇല്ലേ, നമ്മുടെ പ്യൂരി വേർഷനാകും. ഞാനത് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇടേ ഇവിടെ തറയിൽ നടക്കാൻ സ്ഥലമില്ലല്ലേ, എന്തുവാടെ ഇട്ടേക്കുന്ന 2 ആളും. ഓക്കെ ഇട്ടു നോ വരീസ്. ഇവിടെ താഴെ ഫുള്ള് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനതിൽ ചവിട്ടാതെ വേണം നടക്കാൻ. അല്ലേ, എനിക്ക് ഇത്തിരി സ്ഥലം തരണേ, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി സ്ഥലം തരണേ. സോ ഹാഫ് ഇത്രയാണ് 2 പേർക്ക് എടുക്കുന്ന ബനാന കേട്ടോ. ഇത് ആക്ച്വലി ഇന്നലെ അവർക്ക് പ്യൂരി ചെയ്തതിൻ്റെ ബാക്കി ഹാഫ് നമ്മുടെ ക്ലിങ് ഫിലിമില് വാട്ട് ഹാപ്പൻ എന്ത് വടി ആക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ കേട്ടോ. സോ ജസ്റ്റ് ഫീൽ ചെയ്യും. ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് അതിനകത്തുനിന്ന് ഇതിൻ്റെ താഴത്തെ ഡ്രോയിൽ നിന്നാണല്ലോ സാധനങ്ങൾ എടുക്കുന്ന കളിക്കാൻ, അപ്പം അതങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്കിത് ചെയ്യണമല്ലോ. ഓക്കെ, ദെൻ നമ്മുടെ പിയറും ഞാനൊരു ഹാഫ് ഇടാം. സോ വാട്ട് ഐ വിൽ ഡു, ഹാഫ് പിയർ ഫീൽ ചെയ്യാം, ഹാഫ് നമുക്ക് ചെയ്യണം. ക്ലിങ് ഫിലിമിൽ തന്നെ എനിക്ക് പൊതിഞ്ഞ് വയ്ക്കാം. ഓക്കെ, സോ ഇതും ഫീൽ ചെയ്യുക. നല്ല
ദെൻ ഞാൻ എന്താ പിയർ ഇതുപോലെ പീസാക്കി അത് കുരുണ്ട് അപ്പം അതും പീസ് ചെയ്തു. ദെൻ ആപ്പിൾസ് നമ്മുടെ അവക്കാഡോ ജസ്റ്റ് ഹാഫ് പോർഷൻ അവക്കാഡോ ഞാൻ സ്കൂപ്പ് ചെയ്തു. ഹാപ്പി ആരാടെ ഹാപ്പി ഹാപ്പിയാ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മിക്സറിലാക്കുക. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അതാ 2 ടീസ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ യോഗോട്ട്, ഒരു 2 സ്പൂൺ യോഗോട്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക. ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ അടിക്കുവാണെങ്കിലേ നെക്സ്റ്റ് ടൈം കേർഡ് അകത്തിടണേ. അതായത് ഞാൻ മറന്നു പോയിട്ട് ലാസ്റ്റ് ഇട്ടതാ, അല്ലെങ്കിൽ ഇതുപോലെ ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടി വരും. ഞാൻ കുറച്ച് വർക്കിൻ്റെ ഇടയിൽ കുറച്ച് ഹറിബറിയിലായിരുന്നു, അതുകൊണ്ട് പറ്റിയതാണ്. എന്തായാലും കോമഡി ആയിരുന്നു. അതാ ഫുള്ള് ഞാൻ തുടച്ചു, ഡ്രസ്സ് മാറാൻ ടൈമില്ല. ഓക്കെ, സോ ഞാൻ ക്ലീൻ ആക്കി, എനിക്ക് എക്സ്ട്രാ ടൈം എടുത്തു. സോ ഇതുപോലെ അടിച്ച് കിട്ടും കേട്ടോ. നമുക്ക് എന്തായാലും കോമഡി ആയിരുന്നു. ഇവിടെ ഫുള്ള് തറയിലായി ഇവിടെ എല്ലാം ആയി. ലാസ്റ്റ് ഞാൻ എന്താ ക്ലീൻ ആക്കി, മക്കളുടെ തലയിലൊക്കെ ആയി. ഐസുവിൻ്റെ മുടിയിലൊക്കെ മറന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്. വെള്ളം വേണോ? ഓക്കെ, ഫസ്റ്റ് ഐസുവിന് വെള്ളം വേണം രാവിലെ. ആദ്യം yummy yummy breakfast, yummy yummy breakfast. ഐസു എടുന്ന good girl. Yummy 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 breakfast. ഞാൻ പാത്രത്തിലെടുത്തില്ല, അതേ ജാറിൽ തന്നെ കൊടുക്കുക കേട്ടോ. കാരണം ടൈമില്ല നമുക്ക്. പാത്രം എടുക്കുക, അത് കഴുകുക, പിന്നെ അത് മെസ്സാക്കാനൊന്നും ടൈമില്ല. സോ ഐ എം യൂസിങ് ദ സെയിം ജാർ. ഇനി ഇത് ഇവർക്ക് 2 പേർക്കുമായിട്ട് കൊടുക്കണം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് കഴിക്കട്ടെ. ഐസ് ഇത് പൂരി കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരെന്താ ഇത്ര ഗുഡ് ഗേൾസ് ആയിട്ടിരുന്ന് കഴിക്കുന്നതെന്നാണോ? ഡെലിവറിക്ക് മുന്നേ, കുഞ്ഞുങ്ങളാവുന്നതിന് മുന്നേ കാർട്ടൂണൊന്നും ഞാനും കാണിക്കൂല എന്നൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് പണി നടക്കണമെങ്കിൽ യൂഷ്വലി അങ്ങനെ ഒരുപാട് കാണിക്കാറില്ല കേട്ടോ. പക്ഷെ ഫുഡ് കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ എന്താ അതാണ് ഇത് ഫുള്ള് കഴിക്കുന്നതിൻ്റെ, ഫുള്ളല്ല ഇവരിത് കഴിക്കുന്നതിൻ്റെ കാര്യം. അല്ലെങ്കിലും കഴിക്കും കേട്ടോ, അല്ലെങ്കിലും അവർ കഴിക്കും. അവരുടെ പിറകെ ഒന്ന് നടക്കണം, കളിപ്പിക്കണം. ലൈക്ക് ഇത് ഇല്ലാതെ കൊടുക്കാൻ എനിക്കൊരു അരമണിക്കൂർ എടുക്കും. ഇതുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 7-10 മിനിറ്റ്സ് അങ്ങനെ. ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ, പക്ഷേ എനിക്ക് നോ അതർ ചോയ്സ്. ഇന്നത്തെ ദിവസം നോ അതർ ചോയ്സ്. യെസ്, ഇന്ന് എനിക്ക് കുറച്ച് ബിസി ഡേയും കൂടെ, നല്ല പണിയുണ്ട്, ബാക്ക് ടു ബാക്ക്. സോ ഇത് നല്ല പ്രോട്ടീനാട്ടോ. പ്രോട്ടീനും കാൽഷ്യവും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരം നല്ല ഫില്ലിങ്ങും എനർജിയും അവർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്താണ്. ഇതവർക്ക് ശരിക്കും ഒരു ബോണസ് ആട്ടോ. ഇവരിത് കഴിച്ച് കഴിയുമ്പോൾ ഇത് ഓഫാവും, അതവർക്കറിയാം.
യം യം യം. യെസ്, അങ്ങനെ ഫിനിഷ്. രണ്ടുപേരും കഴിച്ച് ഡൺ. രണ്ട് മീശക്കാരിയുള്ള ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. ഈസുവിന് ഒരു 11:30 ആകുമ്പോൾ ഒരു ചെറിയ നാപ്പ് എടുക്കണം, ഒരു 1.5 മണിക്കൂർ. അതിനാണ് ഇച്ചിന് ചെറിയ നിർബന്ധം. അങ്ങനെ നമ്മൾ മിൽക്കാക്കി. മിൽക്ക് മോള് കുടിച്ചിറങ്ങിക്കോ. ഇറങ്ങിക്കോട്ടാ, നല്ല കുറച്ച് പൊക്കി വയ്ക്കാം നമുക്ക്. എനിക്ക് കുറച്ച് ഇറങ്ങുകയില്ലേ, കുറച്ച് വരാമല്ലോ. നമുക്കൊരു നാപ്പ് എടുത്തിട്ട് ഇസു എണീക്കാം. ഇസു എടുക്കാൻ വാങ്ങണം കേട്ടാ, നമുക്ക് ഓടിച്ചിട്ട് ഗുഗ്ഗുകളായിട്ട്. ഗുഡ് നൈറ്റ്. ഇസുവിനെ അവിടെ കിടത്തിയിട്ട് ഞാനിങ്ങ് വന്നു. ഇസുവിന് നല്ല ഉറക്കം വരികയാണെങ്കിൽ അവൾ ഉറങ്ങും. നോക്കാം. ഐസ് എന്ത് ചെയ്യാ? ഐസ് പ്ലേയിങ്. ഐസ് എന്ത് ചെയ്യാ? പ്ലേയിങ് ആണോ? എന്ത് പ്ലേ ചെയ്യുന്നു? ഓടിയ പ്ലേയിങ്. ജം ജം ജം. എങ്ങനെ ജമ്പ് ചെയ്യുന്നത്? ഐസ് എങ്ങനെ ജമ്പ് ചെയ്യുന്നേ? അങ്ങനെയാണോ ജമ്പ് ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ, ജമ്പ്. ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത്. ജമ്പ് ജമ്പ്. എന്നൊരു കാര്യം ഓർക്കം വരുന്നത്, മിൽക്ക് വേണമെങ്കിൽ ബോട്ടിൽ വെക്കാൻ പറഞ്ഞു. ഐസിന് ഉറക്കം വരും. ഹായോ, ആരുടെ ഹായ് പറയുന്നേ? ഉറക്കം വരുന്ന ഐസുവിന് മിൽക്ക് ബോട്ടിൽ എടുത്തോണ്ടെന്നാ മമ്മ പാല് തന്ന് കൊടുക്കാം. ഓക്കെ, ഹൈ ഫൈ തന്നെ മമ്മക്ക്. ഹാഫൈ, പിന്നെ ഹൈ ഫൈ. ഹാഫൈ. മമ്മക്ക് എങ്ങനെ ഐസ് ഹഗ് വരുന്നേ? തിരിഞ്ഞ് എങ്ങനെ ഇങ്ങനത്താ ഒറിജിനലി എങ്ങനെ മമ്മക്ക് ഹഗ് വരുന്നേ? എങ്ങനെ ഹഗ് വരുന്നേ? ഹഗ്ഗാണോടി? ഒരു ഉമ്മ തരും മമ്മക്ക്. ഈ ഹഗ് ചെയ്ത് ഇറുക്കി ഉമ്മ വേണം. കണ്ണടിയൊന്നും ഇല്ല. ഐസു, മമ്മയുടെ കമ്മ എവിടെ? മമ്മയുടെ കമ്മൽ എവിടെ? മമ്മയുടെ കമ്മ എവിടെ ഐസു? നോസ് നോസ്. ഓക്കെ, വേർ ഇസ് യുവർ ഐസ്? വേർ ഇസ് യുവർ ഐസ്? Eyes. Where is your nose? Where is your lips? Where is your teeth? Where is your hair? ഐസ് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഐസുവിന് ഉറക്കം വന്നു. അങ്ങനെ ഐസുവിനും പാലൊക്കെ കൊടുത്ത് ഐസ് ഉറക്കമായി. ഞാനൊരു 2-3 മണിക്കൂർ നന്നായിട്ട് ഓൾമോസ്റ്റ് 11:30 ആയപ്പോൾ അവർ ഉറങ്ങി. ഇപ്പോൾ അറൗണ്ട് 2 o'clock 1:40 ഒക്കെ ആവുന്നു. അപ്പം ഞാൻ എൻ്റെ അത്യാവശ്യമുള്ള, അതായത് കുറച്ച് ഫോക്കസ് ചെയ്ത് ചെയ്യാനുള്ള പണികളൊക്കെ ഞാൻ ഒതുക്കി. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് ഈസു എണീറ്റ് കേട്ടോ. ഇപ്പോൾ ഒരു 1:45 ആയപ്പോൾ ഈസു എണീറ്റ്. ഈസു നല്ലപോലെ ഉറങ്ങിയോ ഈസു? ഐസു സ്റ്റിൽ ഉറക്കാം കേട്ടോ, നല്ല ഉറങ്ങി. എന്നിട്ട് ബനാന കൊടുത്തു ഇപ്പോൾ. So what you are eating? It's banana? What you are eating, Ishu? Oh. Can I get some banana? Yummy. Thank you. Nom nom nom. Ishu കഴിക്കൂ. അത്യാവശ്യം മഴക്കോളുള്ള വെതറായിട്ടോ. ഒന്ന് പുറത്ത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സണ്ണിയല്ല, രാവിലെ കുറച്ച് സണ്ണി ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാട്ടിലെ ഒരു ഫീൽ കിട്ടുന്നു എനിക്ക് ഇന്നത്തെ വെതറിന്. ലൈക്ക് മഴ വരുന്നതിന് മുന്നേ ഒരു ചെറിയ കാറ്റും എല്ലാം തണുപ്പൊക്കെ ഉള്ള ഫീലില്ലേ അത്. ഓക്കെ, ഇഷ്മോൾ കഴിച്ചോ? ഇഷു കഴിക്കേ. So what are you eating? Your favorite watermelon?
പീസാക്കി കൊടുത്ത വാട്ടർമെലൻസ് ഒന്നും വേണ്ട. ഇവിടെ വന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന വാട്ടർമെലൻ, അല്ലെങ്കിൽ ഇത് ഉമ്മീൻ്റെ വാട്ടർമെലൻ അല്ലേ? ഇങ്ങനെ വേണോ? ഇങ്ങനെയാണോ ഐസുവിന് കഴിക്കാൻ വേണ്ടേ? ഐസുവിന് പീസസ് വേണ്ട. ഇഷിൻ്റെ വാട്ടർമെലൻ ഞാൻ കഴിക്കും കേട്ടോ. ഇതിൽ എന്തുണ്ടോ? തൊണ്ടയുള്ളൂ. അങ്ങനെ അടിക്കല്ലേ. അപ്പോഴേക്ക് എന്താ ഐസ് ഉറക്കം എണീറ്റ്. ഐസ് നല്ല ഉറക്കം കിട്ടി ഐസുവിന്. ഇനി ഒതുങ്ങണോ? ഐസുവിൻ്റെ മൂക്കിലേത് മെനഞ്ഞത് പാർക്കിൽ പോയിട്ട് ഷാനും മക്കളും കൂടെ പാർക്കിൽ പോയിട്ട് മീന് മൂക്ക് മുറിഞ്ഞതല്ലേ ഐസു? അതാണ് മൂക്കിൽ ആ ഒരു പാട്. നല്ല ഉറക്കം കിട്ടി എൻ്റെ പൊന്നിന്. ഇതാണ് ഇച്ചു ഇന്ന് ഓട്ടുമേലും കഴിക്കുന്നത്. എൻ്റെ പൊന്നിന് ഓട്ടുമേലും വെച്ചിട്ടാണ് ഉമ്മ തരാൻ കേട്ടോ. ഓട്ടുമേലും നമുക്ക് ഓട്ടുമേലും കഴിക്കാം. അമ്മ ഓട്ടുമേലും തരട്ടെ എൻ്റെ പൊന്നിന്. കഴിക്കോ? എന്നിട്ട് നമുക്ക് ചോറ് കഴിക്കണം. ഇന്ന് നമ്മൾ എന്ത് ചോറ് കഴിക്കാൻ പോകുന്ന ഐസു ഇന്ന് ചോറും ബീറ്റ്റൂട്ട് തോരനും കേടും ബീഫ് കറിയും. ഇതാണ് ഇന്ന് ലഞ്ച്. സാമ്പാറും ഉണ്ട്. ഓപ്പനാ ഇസു ഇന്ന് ലഞ്ച് എന്താണെന്നറിയാമോ ഇസു? എന്താ ലഞ്ച് ഇന്ന്? ചോറും ബീറ്റ്റൂട്ട് തോരനും. അത് തോടെ ഉള്ളടേ, കളയോടെ സാറേ. മമ്മ വോട്ടർമെലൻ തരട്ടെ ഐസുവിന് പീസ് മമ്മ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഐസു എനിക്കുമ്പം മമ്മ കട്ടാക്കി തരാ വിചാരിച്ചടാ. കഴിക്ക്. ഇതെന്താ ഐസു? ഇതിന്റെ പേരെന്താ? വാട്ടർമെലൻ. What is this? ഇതിന്റെ ഒരു ഫേവറേറ്റ് കാർട്ടൂൺ ഉണ്ട്. ഇറ്റ്സ് നോട്ട് കാർട്ടൂൺ ആക്ച്വലി. റേച്ചൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിരുന്നു. രണ്ടാളിരുന്ന് കാണുന്നുണ്ടോ? മോർ ഓവർ കാർട്ടൂണേക്കാൾ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. What do we need to watch the baby? It begins with the what sound. What? Water! We're gonna pour in some water. You see in. അപ്പൊ അവര് അത് കണ്ടോണ്ടിരിക്കും. ഈസോ അത് കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് അവർക്കുള്ള ചോറ് ഒക്കെ ഇന്നലെ ആച്ചു റെഡിയാക്കി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. ബീഫ് കറി ചൂടാക്കണം, ബീറ്റ്റൂട്ട് തോരൻ, പിന്നെ റൈസ് ഈസ് ഹിയർ, പിന്നെ കുറച്ച് സാമ്പാറും ഉണ്ട്. സാമ്പാർ ഫ്രിഡ്ജിലിരിക്കുന്നു, അതും എടുത്ത് ചൂടാക്കണം. സോ അതാണ് ഇന്നത്തെ ലഞ്ച്. ഞാൻ മക്കൾക്ക് കുറച്ച് ചോറും തൈരും ഒരു പീസ് ബീഫും ബീറ്റ്റൂട്ടൊക്കെ ആയിട്ട് കൊടുക്കണം എന്ന് വെച്ചൊരു 5-10 മിനിറ്റും കൂടെ കഴിയട്ടെ. കാരണം ഇപ്പം വാട്ടർമെലൻ കഴിച്ച് കുറച്ച് നേരം ആയതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വിശന്നാലേ അവർ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതിലൊരു കളിയായിരിക്കും. Hop the bunny, hop, hop, hop. Wake up, little bunnies! Hop, hop, hop. Skip the bunny, skip, skip, skip. Skip to the bunny, skip, skip, skip. Skip, skip, skip. Hop, hop, hop. Hop the bunnies, hop, hop, hop. Hop, hop, hop. Hop, hop, hop. Jobs! Open! റേച്ചിൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. കാരണം ചോറ് കൊടുക്കാനായിട്ട് എടുത്തപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എത്തി. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് കരുതി മോളെയും സ്കൂളിൽ നിന്ന് വിളിച്ച് നേരെ ഇങ്ങോട്ട് പോന്നു. പിന്നെ അവള് കുറച്ചു നേരം ട്രൈ ആക്കി അവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ. ഐസുവിനും പിന്നെ തനിയെ തന്നെ കഴിക്കണം.
അറൗണ്ട് 5 o'clock ആവുന്ന പണിയൊക്കെ ഒരുവിധം കഴിയാറായി. എൻ്റെ ഫ്രണ്ടൊക്കെ വന്നായിരുന്നല്ലോ, അവരൊക്കെ പോയി. അത് കഴിഞ്ഞ് ഇവർ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഫുള്ള് മെസ്സായിരുന്നു. അവിടെയൊക്കെ ഞാൻ ക്ലീൻ ആക്കി. എന്നിട്ടും ക്ലീനാക്കി ഇതാ വീണ്ടും ബാക്ക് ടു ആക്കിയിരുന്ന് സ്ഥലം ഇതാ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പരിപാടികൾ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും, ഇതിനൊരു അന്തമില്ല. അപ്പം ഞാൻ വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല, കാരണം ലാസ്റ്റ് എൻ്റെ ഒരുപാട് വീഡിയോസിൽ ലെങ്തി ആയിട്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഒരുപാട് വീഡിയോസ് കാണും. പിന്നെ അതിനകത്ത് എവിടെ കട്ട് ചെയ്യണം കട്ട് ചെയ്യണ്ട എന്നൊക്കെ ഉള്ള ഇതിൽ ഞാൻ പിന്നെ പാർട്ടായിട്ടൊക്കെയാണ് ഇട്ടത്. ഓക്കെ, സോ ഇന്ന് ഞാൻ എനിവേ അത് ഫിനിഷ് ചെയ്യാൻ പറ്റി കേട്ടോ. രാവിലെ പറഞ്ഞതുപോലെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ എൻ്റെ ഒരു 9 to 5 വർക്ക് ഫ്രം ഹോം ഡേയിൽ 9 to 5 ഞാൻ എങ്ങനെയാണ്, നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോ എടുക്കാൻ നേരത്തും. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇവിടുത്തെ പരിപാടികൾ ഇതാ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. സോ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു 9 to 5 വർക്ക് ഫ്രം ഹോം ഡേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.